സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി നേരിടാൻ നടപടി തുടങ്ങിയ സർക്കാർ. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചതോടെ NTPC, പവർ പ്ലസ് ട്രേഡിംഗ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നീ കമ്പനികളിൽ നിന്നും വൈദ്യുതി വാങ്ങാൻ നീക്കം ആരംഭിച്ചു. വരും ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയ 2 കരാറുകളിൽ നിന്നുള്ള വൈദ്യുതി സംസ്ഥാനത്തിന് ലഭിച്ചു കഴിഞ്ഞു. NTPC, പവർ പ്ലസ് ട്രേഡിംഗ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നീ കമ്പനികളിൽ നിന്നും 200 മെഗാവാട്ട് വൈദ്യുതിയാണ് ലഭിക്കുന്നത്. ഒരു വർഷത്തേക്ക് 24 മണിക്കൂറിൽ ലഭ്യമാകുന്ന വൈദ്യുതി 5.96 രൂപ നിരക്കിലാണ് വാങ്ങുന്നത്. ഇതുകൂടി ലഭിക്കുന്നതോടെ പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് KSEB. കൂടുതൽ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാൻ മറ്റു മാർഗങ്ങളും KSEB തേടുന്നുണ്ട്. ഓണം ദിനങ്ങൾ മുന്നിൽ കണ്ട് അടുത്ത മാസം തുടങ്ങും മുന്നേ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കാനാണ് KSEBയുടെ നീക്കം. കേന്ദ്ര വൈദ്യുതി ഉൽപ്പാദന നിലയങ്ങളിൽ നിന്ന് അധിക വിഹിതം ലഭ്യമാക്കി വൈദ്യുതി വാങ്ങാനും ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനിടെ വൈദ്യുതി നിയന്ത്രണത്തിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. നിയന്ത്രണ സമയം നേരത്തെ അറിയിക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഒരു പ്രദേശത്ത് തുടർച്ചയായി നിയന്ത്രണം ഒരേ സമയത്താക്കണമെന്നും സമയക്രമം പാലിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ജനം, തിരുവനന്തപുരം.